ശ്രീ എൻ നന്ദകുമാർ, CPM സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ ചില വിമർശനങ്ങൾ കൃത്യമായി തന്നെ സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി പറയുന്നുണ്ട്. അതിൽ ഇ.പി. ജയരാജനും സജി ചെറിയാനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതോടൊപ്പം പാർട്ടിക്ക് ചില ദൗർബല്യങ്ങളുണ്ട്, അത്തരത്തിലുള്ള ദൗർബല്യങ്ങളൊക്കെ മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം ഈ സഹകരണ മേഖലയിലെ വലിയ തുക വായ്പ എടുക്കുന്നതിനുമൊക്കെ ചില വിലക്കുകൾ വയ്ക്കുന്നുണ്ട്. എന്തായാലും CPM-ന്റെ പ്രവർത്തന റിപ്പോർട്ട് നിലവിലെ വിമർശനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ ആ റിപ്പോർട്ട് എന്റെ ഏകദേശ രൂപമാണ് ഞാൻ കണ്ടത്. എനിക്ക് സത്യത്തിൽ തോന്നിയത് ഒരു ആത്മരോധനം മാതിരി തോന്നി. കാരണം പഴയ കാലത്തെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിന്റെ പ്രവർത്തന റിപ്പോർട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. ഇതിനകത്തൊരു പ്രവർത്തന റിപ്പോർട്ടായിട്ട് അതിനകത്തൊന്നും കണ്ടില്ല. അതിനകത്ത് മുഴുവൻ കുറ്റപ്പെടുത്തലുകളും അതേപോലെ തന്നെ സ്വന്തം ദൗർബല്യങ്ങളും വിളിച്ചു പറയുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് അതിനകത്ത് യാതൊരു പ്രാധാന്യവും അതിനകത്ത് തോന്നിയില്ല. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ധാരാളമായിട്ടുള്ള വോട്ടുകൾ BJP-യിലേക്ക് പോയി. അതൊരു വസ്തുതയാണ്. കാരണം കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ സ്ഥലത്തും പാർട്ടി യൂണിറ്റുകളും DYFIയുടെ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നായുള്ള SFIയുടെ കുറച്ച് പ്രവർത്തനമാണ്. അത് തന്നെയാണെങ്കിൽ സാംസ്കാരിക വിരുദ്ധരായിരിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരായിരിക്കുന്ന ആളുകളുടെ സ്വാധീനത്തിലാണ് SFIയുടെ പല യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത്. കാരണം അത് 30 നല്ല പ്രായമുള്ള ആളുകളുടെ പ്രസ്ഥാനമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ സ്വാധീനം എല്ലാ മേഖലയിലും വളരെ കുറഞ്ഞു വരികയാണെന്നൊരു വസ്തുതയാണ്. ഈ വസ്തുത അംഗീകരിക്കുന്ന ഒരു ആത്മരോധനം മാത്രമായിട്ടാണ് റിപ്പോർട്ടിനെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രീ എൻ നന്ദകുമാർ, അതോടൊപ്പം തന്നെ ഈ നിലവിൽ വിമർശനാത്മക സ്വരം പല കാര്യങ്ങളിലും ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് പുകഴ്ത്തൽ മാത്രം എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനകത്ത് സംഭവിക്കുന്ന അങ്ങനെയാണ്. അതിനകത്ത് സത്യത്തില് ഒരു പ്രവർത്തന റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരും വരായികളെ സംബന്ധിച്ചും അതിന്റെ പ്ലസും മൈനസും ഒരേപോലെ ചിന്തിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നത്. ഇതിനകത്ത് അങ്ങനെയൊന്നും വരുന്നില്ല. ഇതിനകത്ത് ഏക വ്യക്തിയെ മാത്രം പുകഴ്ത്തുന്ന റിപ്പോർട്ടാണ്. പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരു വരി പോലും മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ഒരു വരി പോലും അതിനകത്ത് റിപ്പോർട്ടിൽ വന്നിട്ടില്ല. ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ട് പരിശ്രമമാണ് ഈ പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്ന നാമധേയത്തിലുള്ള പ്രയോഗത്തിനകത്തുള്ളത്. സത്യത്തിൽ അത് റിപ്പോർട്ടേ അല്ല. റിപ്പോർട്ടിന് പകരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അപജയങ്ങളെ സംബന്ധിച്ച് എണ്ണി പറഞ്ഞിരിക്കുന്നു. ഇനിയും പറയാൻ ധാരാളം ഉണ്ടല്ലോ. സജി സുധാകരൻ പറഞ്ഞ കാര്യം പറയാമല്ലോ. കാരണം അതിനകത്ത് വൃദ്ധ നേതൃത്വത്തെ മാറ്റാൻ വേണ്ടി പറഞ്ഞു. വൃദ്ധ നേതൃത്വമാണ്, കഴിവുള്ള നേതൃത്വമാണ് വരേണ്ടതെന്നാണ് സുധാകരൻ ചോദിച്ചത്. അതിനെ സംബന്ധിക്കുന്ന ചർച്ചയൊന്നും റിപ്പോർട്ടിനകത്തൊന്നും കാണുന്നില്ല. അങ്ങനെയുള്ള പലരുടെയും പുറത്തുള്ള നിരവധി വിമർശനങ്ങൾ വന്നതിനെ സംബന്ധിച്ചും ഒന്നും ഈ റിപ്പോർട്ടിനകത്തൊന്നും പരാമർശിച്ചതായിട്ട് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതൊരു പ്രവർത്തന റിപ്പോർട്ടേ അല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാശത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു ആത്മരോധനം മാത്രമായിട്ടാണ് ഈ റിപ്പോർട്ടിനെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ എൻ നന്ദകുമാർ പ്രതികരിച്ചതിന്.